അടിപൊളി കേട്ടാ. ഒരുപാട് ദൂരത്തേക്ക് അവിടെ ഇത്രയും ഉയരത്തിലാണ് കേട്ടോ റോഡ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ തളിക്കുളം വരെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ, അവിടെ വരെ ആയിരുന്നു ഇന്നലത്തെ വീഡിയോ. ബാക്കി വീഡിയോ ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നാഷണൽ ഹൈവേയുടെ റോഡ് പണി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കുകയാണ്. നല്ല രീതിയിൽ പണി ഉള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ. ഒരുപാട് ബൈപ്പാസുകളുണ്ട്. ഇവിടെയും കണ്ട റോഡ് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ആണ്. നാഷണൽ ഹൈവേ ഇതുവഴിയാണ് കയറി പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത വീഡിയോസ് എല്ലാം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ അടിപൊളിയായിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. പാടുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ ആദ്യം പൂർത്തീകരിക്കുകയാണ്. പലയിടത്തും അണ്ടർ പാസേജിൻ്റെ പണി ഏകദേശം പകുതിയോളം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടുതലും തൃശ്ശൂർ ജില്ലയിൽ ഇതേപോലെ ബൈപ്പാസുകളായിട്ടാണ് പോകുന്നത്. നിലവിലുള്ള റോഡിൽ നിന്ന് മാറി ബൈപ്പാസ് ചെയ്തിട്ടാണ് പുതിയ റോഡുകൾ കംപ്ലീറ്റ് പോകുന്നത്. അതിൻ്റെയൊക്കെ പണിയൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ തളിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിലവിലുള്ള റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് പുതിയ നാഷണൽ ഹൈവേ പോകുന്നത്. ഒരു ബൈപ്പാസ് രീതിയിലാണ്. നമുക്ക് എവിടെ ചെന്ന് കയറുമെന്നൊരു പിടുത്തമൊന്നുമില്ല. നമുക്ക് നേരെ പോകാം. തൃശ്ശൂർ ജില്ലയിൽ മുമ്പേ പറഞ്ഞ പോലെ പണികളൊക്കെ ഉണ്ടല്ലോ, തകർത്ത് പണി നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ പിന്നെ കൂടുതലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതേപോലെ ബൈപ്പാസാണ്. ഏതൊക്കെയോ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തു. ഇതെല്ലാം ഞാനിപ്പം 5ാമത്തെ വീഡിയോ ആണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 5ാമത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് അധികം പരിചയമില്ല. ഞാൻ മറ്റു വീഡിയോയും കണ്ട് ഗൂഗിൾ മാപ്പും നോക്കി എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷനാണ്. ഇതിപ്പോൾ ഈ ഏത് സ്ഥലം അങ്ങനെ കണ്ട് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. എൻ്റെ പൊന്നളിയാ, ഇവിടുന്ന് ഒരു റോഡിൻ്റെ തമ്പനിൽ ഇടാൻ പറ്റിയ സൂപ്പർ. ഇറങ്ങി കയറി പോവാം. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കയറി ഓട്ടിക്കാൻ വന്നു കിടക്കട്ടെ. ഗൈസ്, നമ്മളിപ്പം തളിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. നമ്മളിപ്പോൾ തളിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നാഷണൽ ഹൈവേ ഡൈവേർട്ട് ചെയ്ത് ബൈപ്പാസായിട്ടാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ബൈപ്പാസിൻ്റെ തളിക്കുളം ബൈപ്പാസാണ്. അല്ലല്ല, ഇത് ഏത് ബൈപ്പാസാണെന്ന് അറിയാൻ വയ്യ. നല്ല രസമുണ്ടായിരുന്നു ഇതുവരെ ഓട്ടിക്കാൻ. വേറെ ലെവലായിരുന്നു. ഇവിടെ എന്ത് മണ്ണ് വേണ്ടി വരുമല്ലേ ഈ ഭാഗത്ത് റോഡ് പണി നടത്താൻ.
അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അണ്ടർ പാസേജിന് പണി നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ കണക്ക് തൃശ്ശൂർ ജില്ലയിലെ അണ്ടർ പാസേജ് വേറെ ലെവലാണ്. കൊല്ലം ജില്ലയിലൊക്കെ അണ്ടർ പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ അണ്ടർ പാസേജ്. ഇങ്ങനെ വേണം അണ്ടർ പാസേജുകൾക്ക് പണി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തളിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഈ ബൈപ്പാസ് റോഡ് ഉണ്ടല്ലോ, ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ താറിങ് പൂർത്തിയായിട്ടുണ്ട്. മോന് പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി, അടിപൊളി കേട്ടാ. ഒരുപാട് ദൂരത്തേക്ക് അവിടെ ഇത്രയും ഉയരത്തിലാണ് കേട്ടോ റോഡ് വരുന്നത്. നമ്മുടെ വീഡിയോ ചാവക്കാട് വരെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓഹോ, എന്തൊരു രസം നോക്കിയല്ലേ. അപ്പോൾ 6 വരി പാതയുടെയും ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി സർവീസ് റോഡിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഓ, അടിപൊളി. അടിപൊളി മോനെ, അടിപൊളി. റോഡ് പണിയൊക്കെ വെടിച്ചില്ലായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത്. തളിക്കുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പം എവിടെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. ഇത് ഏത് ബൈപ്പാസ്? ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ. അണ്ടർ പാസും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഓ, അടിപൊളി. വീണ്ടും താറിങ് പൂർത്തീകരിച്ചാണ്. എത്രത്തോളം ഉയർന്നിട്ടാണ് റോഡ് താറിങ് നടത്തുന്നത്. റോഡ് ഉയർന്നു വരുന്നത് കണ്ട, നല്ല രീതിയിലായിരിക്കും. നല്ല ഉയർന്നതായിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ.
ഏകദേശം നമ്മൾ നിലവിലുള്ള NH-ലേക്ക് വന്ന് കയറാൻ പോവുകയാണ്. എവിടെയാണ് വന്ന് കയറുന്നതെന്ന് അവിടെ എത്തിയിട്ട് പറയാം. ഞാൻ സംസാരിച്ച് മടുത്ത് ഞാൻ ഇടപ്പള്ളിയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് മണ്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണ്ടത്തരമല്ല, വെള്ളി വീഴും. അതൊക്കെ ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കുത്തിയിരുന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ നമ്മൾ തളിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്ത റോഡാണ്. അപ്പോൾ നമ്മൾ വീണ്ടും NH, ഇപ്പോൾ നിലവിലുള്ള NH-ലേക്ക് വന്ന് കയറാൻ പോവുകയാണ്. നല്ല ഒന്നാന്തരം പൊടി. ഇവിടെ അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. ഇവിടെ കടയൊന്നുമില്ല. അവിടെ ഒരു കടയുണ്ട്. അത് ഈ ബോർഡ് നോക്കിയിട്ട് പറയാം നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന്. നമുക്ക് ഈ വീഡിയോ ചാവക്കാട് എത്തിയിട്ട് നമുക്ക് നിർത്താം. ആശാൻ റോഡിലാണ് വന്ന് കയറുന്നത്. ഇപ്പോൾ നിലവിലുള്ള റോഡിൻ്റെ 2 സൈഡിൽ കൂടിയാണ് പുതിയ നാഷണൽ ഹൈവേ വൈഡനിങ് നടക്കുന്നത്. 2 സൈഡിലും പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് സർവീസ് റോഡ് ടാർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സർവീസ് റോഡിൽ കൂടെ കയറി പോവാം. അപ്പോൾ സ്ഥലപ്പേര് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇച്ചിരി ധൃതി പിടിക്കാൻ കാരണം എൻ്റെ മെമ്മറി കാർഡ് തീരാറായി, അതേപോലെ തന്നെ ചാർജ് തീരാറായി. സ്ഥലപ്പേര് അപ്പുറത്ത് മെയിൻ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുവഴി കയറിപ്പോയാൽ തീരും. ഇനി സർവീസ് റോഡ് വഴി പോട്ടെ. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് മെയിൻ റോഡും ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ നിർമ്മാണം പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ മെയിൻ റോഡിൻ്റെ ടാറിങ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവഴി കയറി പോവാം. അയ്യോ, ഇവിടെ കുറച്ച് നമുക്ക് സർവീസ് റോഡിൽ കൂടെ തന്നെ പോവാം. ഒരുപാട് ദൂരത്തേക്ക് സർവീസ് റോഡിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. എങ്ങണ്ടിയൂർ സൗപർണിക ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തും ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല ഭാഗത്തും സർവീസ് റോഡ് ടാറിങ് പൂർത്തീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വരുമ്പോൾ ചന്തപ്പടി എങ്ങണ്ടിയൂർ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. നല്ല വലിയ വീതിയുള്ള സൂപ്പർ അണ്ടർ പാസേജാണ് ഇവിടെ വരുന്നത്.
ഇവിടെ വരുമ്പം റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്. കുണ്ടലിയൂർ എത്തി. കുണ്ടലിയൂരിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NH-66 ആറൂർ പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുണ്ടലിയൂരിലാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കൂടിയാണ് കേട്ടോ റോഡ് പണി നടക്കുന്നത്. റൈറ്റ് സൈഡിലാണ് കൂടുതലും കേട്ടോ. ഈ സ്ഥലം അഞ്ചാങ്കല്ല് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ തൂണിൻ്റെ നിർമ്മാണം എത്രയോ പൂർത്തിയായിട്ടുണ്ട്. സോറി ഫ്രണ്ട്സ്, കുറച്ച് അത്യാവശ്യമായിട്ട് പോകുന്നത്. നമ്മൾ മെമ്മറി കാർഡ് ഇപ്പോൾ ഫുള്ളാവും. ഇനി എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേണം നാളത്തെ വീഡിയോ എടുക്കാൻ. അതേപോലെ തന്നെ ഇവിടെ ഉറപ്പിക്കുകയാണ് കേട്ടോ, മണ്ണിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങൊക്കെ ഇട്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്ഥലപ്പേരെന്ന് പറയുന്നത് ഒരു കടയിലും ഈ സ്ഥലപ്പേര്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രീതിയിൽ. സ്ഥലപ്പേര് പറയാം, ചേറ്റുവ. യെസ്, ചേറ്റുവ. ചാക്കോ ചേറ്റുവയിൽ എത്തിയിട്ടുണ്ട്. അറിയുന്നത് ചേറ്റുവയിൽ ഇങ്ങനെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാരിയർ, അതാണ് പ്രധാനമായിട്ട് ഇവിടെ കാണേണ്ടത്. ക്രാഷ് ബാരിയറിൻ്റെ പണി ഇവിടെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി പോകാമല്ലോ. ചേറ്റുവ പാലം അവിടെ പുതിയ പാലത്തിൻ്റെ പൈലിംഗ് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പൈലിങ്ങിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേറ്റുവ പാലം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെയാണ്. നിലവിലുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലും കൂടിയാണ് വൈഡനിങ് നടക്കുന്നത്. രണ്ട് ഭാഗത്തും
ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ലാൻഡ് നിരപ്പാക്കുന്ന, ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബ്ലോക്ക്. ചേറ്റുവ 3-ാം കല്ലിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നാഷണൽ ഹൈവേ നിലവിലുള്ള റോഡ് വളരെ ചെറിയ റോഡ്. ഓക്കെ, അതിനെന്താ മോനെ ഇപ്പം വരാൻ പോകുന്ന റോഡ് 1-1.5 റോഡല്ലേ. റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ വൈഡനിങ് നടക്കുന്നത്. പുതിയ റോഡ് റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അവിടെ ഈ ക്രഷർ യൂണിറ്റ് ഒക്കെയാണ് കേട്ടോ. ഇത് നാഷണൽ ഹൈവേ ആണ് ഇപ്പോൾ നിലവിലുള്ള എന്ത് ചെറിയ റോഡ്. ഈ ഭാഗത്തു കൂടിയാണ് പുതിയ വൈഡനിങ് നടക്കുന്നത്. കുറേ ഭാഗം മെയിൻ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് റോഡ് വൈഡിങ് നടക്കുന്നത്. ഇവിടെ കുറേ മണ്ണ് കൊണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റില്ല. നമ്മളെന്തായാലും ചാവക്കാട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും. അടുത്ത വീഡിയോ ചാവക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പൊന്നാനി ഭാഗത്തേക്കുള്ള കാഴ്ചയായിരിക്കും അടുത്ത വീഡിയോ. ഇവിടെ നമുക്ക് ചെറിയൊരു അണ്ടർ പാസേജ് കാണുന്നുണ്ട്. ചെറുതല്ല, വലിയ അണ്ടർ പാസേജാണ്. അണ്ടർ പാസിൻ്റെ തൂണിൻ്റെ പണി പിയർ ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തേക്കുള്ള. ഇവിടെ ആ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മണ്ണ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വളവും തിരിവാണ് ഇപ്പോൾ നിലവിലുള്ള റോഡ്. ആ വളവും തിരിവ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്.
നമുക്കിവിടെ വലിയൊരു അണ്ടർ പാസേജ് കാണാം. ഒരു ഭാഗത്തേക്കുള്ള തൂണിൻ്റെ ഇയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് ഇടത് സൈഡിൽ കൂടെ കയറിയാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നാളെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. വൈകുന്നേരമായി, ഇനി വീഡിയോ ക്ലിയർ ആവത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. അതുപോലെ മെമ്മറി കാർഡും ഫുള്ളാവും, റൈപ്പം ഫുള്ളാവും. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ ചാവക്കാട് നിന്ന് പൊന്നാനി ഭാഗത്തേക്കുള്ള കാഴ്ചകളായിരിക്കും.